പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇപ്രകാരം പരിശുദ്ധ കുർബാനയെ ധ്യാനിക്കാൻ ദൈവം തന്ന അതുല്യമായ ഈ അവസരത്തിന് ദൈവത്തിന് മഹത്വം സമർപ്പിക്കുന്നു. ഇന്ന് ഞാനിത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായും സന്നിഹിതനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു റൂട്ട് മാപ്പാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ദിവ്യകാരുണ്യ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നമുക്ക് ഈശോ ജീവിക്കുന്ന ദൈവമായി പരിശുദ്ധ കുർബാനയിൽ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം ശക്തമായിട്ട് കിട്ടണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചില വഴികളിലൂടെ നമ്മൾ പോവാണ്. ഒന്നാമത്തെ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ബലിയർപ്പിച്ച് ആരാധിക്കുന്നു എന്ന രീതിയിൽ ദൈവാരാധന എന്തുകൊണ്ടാണ് സഭയിൽ വന്നത്? ഇപ്പം നിങ്ങൾ ന്യൂ ജനറേഷൻ സഭകളെ കണ്ടിട്ടുണ്ട്. അവർ ദൈവത്തെ ആരാധിക്കുന്നത് എങ്ങനെയാണ്? പാട്ടൊക്കെ പാടി, കൈയൊക്കെ അടിച്ച്, കരങ്ങളൊക്കെ ഉയർത്തി, നല്ല മ്യൂസിക്കൊക്കെ വെച്ച്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് എപ്പിസ്കോപ്പൽ സഭകൾ, അപ്പസ്തോലിക സഭകൾ ദൈവത്തെ ആരാധിക്കാൻ ബലിയർപ്പിക്കുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ബലിയർപ്പിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആരാധനയെക്കുറിച്ച് കൂടുതൽ വ്യക്തത കിട്ടും. സോ അതാണ് എൻ്റെ ആദ്യത്തെ പരിശ്രമം. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. എന്തിന് ബലിയർപ്പിക്കണം? ബലിയർപ്പിക്കുന്നത് എന്തിനാണ്? അല്ലാതെ എന്തെല്ലാം രീതിയിൽ ദൈവത്തെ ആരാധിക്കാം. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് കുറച്ചുകൂടെ പോപ്പുലർ അപ്പീലുള്ളത് ഇതിനല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഹിൽ സോങ്ങിലൊക്കെ പോയി, ഹിൽ സോങ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഈ യൂറോപ്പിലൊക്കെ ആളുകൾ ഓസ്ട്രേലിയയിലും UK യിലൊക്കെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഹിൽ സോങ്ങിലാണ് പോകുന്നതെന്ന് പറയും. ഹിൽ സോങ് എന്ന് പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ ടൈപ്പ് ഓഫ് ന്യൂ ജനറേഷൻ വർഷിപ്പാണ്. അപ്പോൾ അത് അവർ പോവും, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ച് തിരിച്ചു വരും. നമ്മളെന്തിനാണ് ഈ പാട് വിട്ടിട്ട്? മാത്രമല്ല, നിങ്ങൾക്കറിയാലോ, ഈ പുതിയ ജനറേഷൻ വരുമ്പോഴേക്കും അവർക്ക് ഈ മലയാളം അറിഞ്ഞുകൂടാ. പിന്നെ അത് ഇംഗ്ലീഷിലൊക്കെ ആക്കി ഒരു തരത്തിൽ ഇങ്ങനെ ചെയ്യും. പിന്നെ അവർ പറയും ദിസ് ഈസ് ടു ലോങ്, ദിസ് ഈസ് ടു ബോറിങ്. പറഞ്ഞിട്ടില്ലേ? നുണ പറയില്ല. പിതാവുണ്ടെന്ന് പറഞ്ഞ് നുണ പറയില്ല, പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മൾ അവരെ നിർബന്ധിച്ച് ഇല്ല, പറ്റില്ല, പോകണം, ഇത് പോകണം എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ സാഹസം? രണ്ട് പാട്ടൊക്കെ പാടി, അതല്ലേ കുറച്ചുകൂടെ നല്ലത്? സോ ആദ്യത്തെ നമ്മുടെ ഒരു കൺവിക്ഷൻ ഫോം ചെയ്യപ്പെടേണ്ടത് വൈ സാക്രിഫൈസ്. അപ്പം ഞാൻ വിചാരിക്കുന്നത്, ഞാൻ തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന അതിനകത്തൊരു സുഖമില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തിന് ബലിയർപ്പിക്കണം? എന്തിനാണ് ബലിയർപ്പിക്കേണ്ടത്? അപ്പോൾ എന്തിനാണ്? ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്, വൈ സാക്രിഫൈസ് ഹാസ് ബീൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ആസ് എ ഫോം ഓഫ് വർഷിപ്പ്. എന്തിന് ബലി അർപ്പിക്കണം? നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ചിന്തിച്ചാൽ നമുക്കതിലെ ഉത്തരത്തിലേക്ക് വരാം. ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ മറ്റേ പൗലോസ് പ്രസംഗിച്ചപ്പം ഉറങ്ങിപ്പോയ ആളെ പോലെ കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങിപ്പോവും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ റാൻഡമായിട്ട് ആരോടെങ്കിലും ചോദിക്കാം. എനിക്കിങ്ങനെ ഇറങ്ങി നടക്കുന്നൊരു ദുശീലമുണ്ട്. അപ്പോൾ ആരോടെങ്കിലും വന്നിട്ട് ഞാൻ ചോദിക്കാം, ഈ എന്തിനാണ് അങ്ങനെ ബലിയർപ്പിക്കുന്നത്? എന്തിനാണ്? പറ. കേട്ടില്ല? പൂർവ്വപിതാക്കന്മാർ ബലിയർപ്പിച്ചു, അതുകൊണ്ടാണ് നമ്മൾ ബലിയർപ്പിക്കുന്നത്, ആണോ? അതൊക്കെ എൻ്റെ ഓർമ്മയ്ക്കൊക്കെ പിന്നല്ലേ. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററാണ്. ഇപ്പോഴേ അതിനകത്തൊന്നും വരല്ലേ. Jesus is the last chapter of our topic. We are beginning from the sacrifice. നമ്മൾ മലയാളികൾക്കൊരു ഗുണമുണ്ട്, ലോകത്ത് ആർക്കും ഇല്ലാത്തൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയും, ഉത്തരം ഒഴിച്ച്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുകയും ചെയ്യാം. ടു ദ പോയിന്റ്, വൈ സാക്രിഫൈസ്? ഉത്തരം ഇപ്പം നിങ്ങളെല്ലാം പറഞ്ഞ് എല്ലാവരും ചിലപ്പോൾ ശരിയായിരിക്കും പറയുന്നത്, ഞാൻ കേൾക്കുന്നതൊന്നും കേൾക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ചിന്തിച്ചല്ലോ, അത് മതി.
ചിന്തിച്ചല്ലോ, അത്ര മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സാക്രിഫൈസിനകത്ത് ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ കാണേണ്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഏത് മനുഷ്യനും പാപം ചെയ്യുമ്പോൾ ആ പാപം, സിൻ ഈസ് എ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. എവ്രി സിൻ ഈസ് എ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ. ഒരാൾ കുറച്ചുകൂടെ സെൽഫിഷായിട്ട് മാറുകയാണ് ഓരോ പാപത്തിലും നമുക്ക് തന്നെ എന്തോ കൂട്ടിവെച്ചു, നമുക്ക് തന്നെ നമ്മളിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു. വി ഗ്രാറ്റിഫൈഡ് അവർ സെൽഫ് ഇൻ എവ്രി സിൻ. സാക്രിഫൈസ് വാസ് എ മീൻസ് ഓഫ് റിപ്പയറിങ് ദിസ്. മനസ്സിലായോ? അതായത് in every sacrifice you take something very valuable and offer it to the Lord as a penance. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഓരോ സാക്രിഫൈസിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ബൈബിളിലെ ആദ്യത്തെ സാക്രിഫൈസ് ആരാണ് ആദ്യം ബലിയർപ്പിച്ചത്? ആരാണ്? ആബേലും കായനും. അങ്ങനെയാണ്. പക്ഷേ അതിന് മുമ്പൊരു ബലി നടന്നിട്ടുണ്ട്. അതിനു മുമ്പ് മൽക്കീസേദെക്കോ ഒരു 15 കല്ല് വോളണ്ടിയേഴ്സ് ഇവിടെ വച്ചിരിക്കണം, എറിയാനാണ്. തിയോളജിക്കലി സ്പീക്കിംഗ് ഈ ആ ചേച്ചി പറഞ്ഞത് കറക്റ്റാണ്. കാരണം മൽക്കീസേദെക്കിന് ആരംഭവും ഇല്ല അവസാനവും ഇല്ല. അതുകൊണ്ട് പുള്ളിക്കാരി ടൈം ലൈന് വെളിയിലുള്ള ഒരാളെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്ത ആരുടെ കുഴപ്പമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ബലി അർപ്പിക്കുന്നത് ദൈവമാണ്. എപ്പോഴാണ്? അത് ബലി എന്നുള്ള രീതിയിലല്ല, ആദ്യമായിട്ടൊരു ആടിനെ കൊല്ലുന്നത് ദൈവമാണ്. എപ്പോഴാണ് ദൈവം ആടിനെ കൊന്നേ? ഒരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കി കളയാന്ന് വിചാരിച്ച ദൈവം ആണോ? അല്ല. ഈജിപ്തിൽ നിന്നാണോ ദൈവം? കല്ല് വേണം. ദൈവം ആദ്യത്തെ ബലി ആടിനെ കൊല്ലുന്നത് ഈജിപ്തിലല്ല, ഏദൻ തോട്ടത്തിൽ ചേട്ടനും ചേച്ചിയും നേക്കഡായിട്ട് നിന്നൊരു സീനുണ്ട്. ഉണ്ടോ? അപ്പോൾ ആ സമയത്ത് അവരെന്ത് ചെയ്തു? അവർ പോയി അത്തിയിലകൾ കൊണ്ട് ഒരു ഡ്രസ്സ് ഉണ്ടാക്കി. മനുഷ്യൻ്റെ ആദ്യത്തെ ഇൻവെൻഷൻ, ചിലർ പറയുന്നു വീലാണ്, ചിലർ പറയുന്നു ഫയറാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ആദ്യത്തെ ഇൻവെൻഷൻ ഈ സൂചിയും നൂലുമാണ്. കാരണം എന്താണ്? ദൈവമല്ല, ആദവും ഹവ്വയും അത്തിയിലകൾ കൊണ്ട് നല്ല ഒരു ഡ്രസ്സ് ഉണ്ടാക്കി. ആദത്തിൻ്റെ സ്യൂട്ടിലും ഹവ്വയുടെ സ്യൂട്ടിലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത്തിയില കൊണ്ടൊരു വസ്ത്രം ഉണ്ടാക്കിയാൽ അതിനൊരു അപകടമുണ്ട്. എന്താണ് അപകടം? അത് അടുത്ത വെയിലടിക്കുമ്പോൾ വാടും, ഇല്ലേ? ഇല കൊണ്ട് ഇപ്പം നിങ്ങൾ നാളെ വരുമ്പോൾ കംപ്ലീറ്റ് ഇല കൊണ്ടൊരു ഡ്രസ്സ് ഇട്ടാണ്. അല്ല, നല്ല മാന്യമായ ഇല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മോശമായിട്ടല്ല, നല്ല ഡീസൻ്റായ നല്ല ഇല കൊണ്ട് നമ്മൾ നല്ല വാഴയിലയോ വാഴയിലൊക്കെ വന്നാൽ പാർക്കിംഗ് സ്ലോട്ടിൽ എത്തുമ്പോൾ അത് കീറും. ഓക്കെ നമുക്ക് ഇലയല്ല പ്രശ്നം, ഇത് ഇല വിട്ടേക്കുക. അപ്പോൾ ഈ നമ്മൾ ഇലയൊക്കെ കൊണ്ട് ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കി വന്നാൽ നല്ല 2 വെയിലടിക്കുമ്പോൾ അത് വാടും, പിന്നെ അത് പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അതാണ് ഇല കൊണ്ടുള്ള വസ്ത്രം ഉണ്ടാക്കിയുള്ള പ്രശ്നം. അത് അടുത്ത വെയിലിൽ വാടും. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തോലുകൊണ്ട് ഒരു ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. സോ ഇറ്റ്സ് ആൻ ആനിമൽ സ്കിൻ. സോ ഇറ്റ്സ് സപ്പോസ്ഡ്, we presume that animal was a lamb. മനസ്സിലാവുന്നോ? അപ്പോൾ ആദ്യത്തെ ഒരു സാക്രിഫൈസ് നടത്തുന്നത് ദൈവമാണ്. The first sacrifice and the best sacrifice has been offered by God Almighty. അപ്പോൾ ആദ്യത്തേത്. ഇനി അത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്ന മനുഷ്യൻ്റെ ആദ്യത്തെ സാക്രിഫൈസ് ആബേലും കായനും അർപ്പിക്കുന്ന ബലിയാണ്. അപ്പോൾ അവിടെ 2 പേരും they are taking something very special, so close to them, so personal to them, which belonged to them, and they are taking it up and offering to the Lord. So you are taking something out of you, taking something from you. നമുക്ക് വിലപ്പെട്ടതെന്തോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ പേരാണ് ബലി. ക്ലിയർ? എവ്രി സിൻ we are collecting something, gathering something to ourselves. We are gratifying ourselves. So sacrifice in human history was always a symbol of
doing some penance for every sin that we have committed. Do you understand what I say? മനസ്സിലാവുന്നു. അപ്പോൾ ബലിക്ക് അങ്ങനെ ഒരു ഡയമെൻഷനുണ്ട്. ബലി അർപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ ഒത്തിരി പാപം ചെയ്ത്, ഞങ്ങൾക്ക് വേണ്ടി തന്നെ ഗ്യാദർ ചെയ്ത്, ഞങ്ങളുടെ സെൽഫിനെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് ജീവിച്ചു. നൗ വി ആർ സോറി അബൌട്ട് ഇറ്റ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഇത് കർത്താവിന്, ഞങ്ങൾക്ക് വിലപ്പെട്ടതാ ഒരാട്, അത് ഞങ്ങൾ കർത്താവിനെ സമർപ്പിക്കുകയാണ്. അപ്പം ഈ ആട് അല്ലെങ്കിൽ ഈ കായ്കനികൾ അല്ലെങ്കിൽ ഈ മാവ് അല്ലെങ്കിൽ ഈ എണ്ണ അല്ലെങ്കിൽ ഈ വീഞ്ഞ് ഇതെല്ലാം സൂചിപ്പിച്ചതപ്പം ആരെയാണ്? All those things which they offered symbolized whom? The people who offered it. അല്ലേ? അപ്പം നമ്മുടെ പ്രതീകമായിട്ട്, അപ്പം സാക്രിഫൈസിൻ്റെ നിങ്ങൾ ഈ ഒരു ഡയമെൻഷൻ ആദ്യം കാണണം. സോ എവ്രി സാക്രിഫൈസ് വാസ് an act of reparation, an act of penance. എല്ലാ സാക്രിഫൈസിനും അങ്ങനെ ഒരു സാധനമുണ്ട് സാക്രിഫൈസിനകത്ത്. പിന്നെ നമ്മൾ സാക്രിഫൈസിനകത്ത് കാണുന്ന രണ്ടാമത്തെ ഒരു തലം എന്ന് പറയുന്നത്, പല സാക്രിഫൈസിലും ബ്ലഡ് ഇൻവോൾവ് ആണ്, രക്തമുണ്ട്. അപ്പം അത് നമ്മൾ കാണേണ്ടത്, ദർ ഈസ് ഓൾവേസ് എ കവനന്റ് കോണ്ടെക്സ്റ്റ്. ഒന്നാമത്തേത് സാക്രിഫൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇൻ എവ്രി സാക്രിഫൈസ് ദർ ഈസ് വാട്ട്? അതല്ല ആദ്യം പറഞ്ഞത്, റിപ്പറേഷൻ ഉണ്ട്. ദർ ഈസ് an element of reparation. രണ്ടാമത്തേത് ബ്ലഡ് ഇൻവോൾവ്ഡ്. In every sacrifice, or the most of the sacrifices, blood is involved. So why blood? ആ ബ്ലഡിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതിന് you need to know something about the covenant. കാരണം നമ്മൾ കുർബാന അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് പറയുന്നത്? ഇത് പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. This is the blood of the new covenant. So if you want to appreciate the value of the new covenant, you need to know what is a covenant. അറിയണ്ടേ? അപ്പോൾ so what is a covenant? Covenant was an agreement between God and his people. Covenant, in the first level of meaning, covenant is an agreement between God and his people. എന്തിനാണ് കവനന്റ്? കവനന്റിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ ബേസിക്കായിട്ട് അറിയണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, in the ancient days the practice of covenant started like this. അതായത് ആരും ആരെയും ആക്രമിക്കും. കായേൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. ഡു യു റിമെമ്പർ ദാറ്റ്? കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും. അതെന്തിനാ കാണുന്നവരെല്ലാം നിന്നെ കൊല്ലുന്നത്? എന്തിനാ? നീ അവരെ ഒന്നും ചെയ്തില്ലല്ലോ. ആബേലിനെ കൊന്നത് അവർക്കറിയാവോ? അവർക്കറിയത്തില്ല. വേറൊരു സ്ഥലത്തല്ലേ പോണേ? അവൻ ഏതന്നെ കിഴക്ക് നോദ് ദേശത്ത് പോയി പാർത്തു. അവിടെ അറിയാവോ? അവർ അഡ്രസ്സ് ഇവിടുന്ന് ഫോൺ വിളിച്ച് പറഞ്ഞോ? ആരെങ്കിലും ദൈവത്തം വന്നിട്ടുണ്ട് പറഞ്ഞോ? ഇല്ലല്ലോ. അതാവണമെന്നില്ല, അതൊന്നുമല്ല. അതായത് ഇൻ ദ ഏൻഷ്യന്റ് ടൈംസ് എനിബഡി കുഡ് കിൽ എനിബഡി. കാരണം ലോ ആൻഡ് ഓർഡർ ഒന്നും ഇല്ല, പോലീസ് ഇല്ല, ലോ ആൻഡ് ഓർഡർ ഇല്ല, ആരും നിയന്ത്രിക്കാനില്ല. അതുകൊണ്ട് ആർക്കും ആരെയും കൊല്ലാം. ഒരുത്തന് കൊല്ലാൻ തോന്നിയാൽ കൊല്ലാം. മൈറ്റ് ഈസ് റൈറ്റ്. അതാണ് പുരാതന കാലത്തെ നിയമം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? 2 കൂട്ടർ തമ്മിൽ മ്യൂച്വലി അറ്റാക്ക് ചെയ്യാതിരിക്കുന്നത് ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ഫാമിലിയിൽപ്പെട്ടവരാണെങ്കിൽ ഐ വോണ്ട് അറ്റാക്ക് യു. ഇഫ് യു ബിലോങ് ടു അനദർ ട്രൈബ്, അനദർ ഫാമിലി, ഐ മേ അറ്റാക്ക് യു. സോ ഇൻ ഓർഡർ നോട്ട് ടു അറ്റാക്ക്, people found out something which they called a covenant. അപ്പോൾ 2 പാർട്ടികൾ തമ്മിൽ ഒരു കവനന്റിൽ ഏർപ്പെടും. എന്താണ്? യു ഡോണ്ട് അറ്റാക്ക് മീ ആൻഡ് ഐ ഡോണ്ട് അറ്റാക്ക് യു. So practically in every covenant they told each other that we are one family. So covenants created families. ഇപ്പോഴങ്ങനെ തന്നെയല്ലേ? അച്ചാമ്മയും അവർ അച്ഛനും 2 ഫാമിലിയിൽ നിന്നുള്ളവരാണ്. അവർ പള്ളി വരുന്നു, അവരൊരു കവനന്റിൽ ഏർപ്പെടുന്നു. ആ കവനന്റിൻ്റെ എന്തോ ഒരു പേരുണ്ടല്ലോ, കല്യാണം. ആ കവനന്റിൽ അവർ ഏർപ്പെടുന്നു. ആൻഡ് ദേ ബിക്കം വൺ ഫാമിലി. സോ കവനൻസ് ക്രിയേറ്റഡ് ഫാമിലീസ്. കവനന്റ് കുടുംബങ്ങളെ സൃഷ്ടിച്ചു.
ഇതായിരുന്നു ഈ ഏൻഷ്യൻ ടൈമിൽ കവനൻ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇതാണ് ദൈവവും മനുഷ്യരും തമ്മിൽ കവനൻ്റിൽ ഏർപ്പെടുമ്പോൾ ദ അസംഷൻ വാസ് ഗോഡ് ആൻഡ് ഹിസ് പീപ്പിൾ ബൈ എവറി കവനൻ്റ് ദേ ബിക്കം വൺ ഫാമിലി. ദൈവവും മനുഷ്യനും തമ്മിൽ ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് ഞാനും നീയും ഒരു കുടുംബമാണ്. അപ്പോൾ ഈ കവനന്റിന്, ഈ രണ്ട് പാർട്ടികളും തമ്മിൽ കവനന്റിൽ ഏർപ്പെടുമ്പോൾ അതിനൊരു പ്രാക്ടീസ് ഉണ്ട്. സോ അത് മനസ്സിലാക്കാൻ നിങ്ങൾ ബൈബിളിൽ ജനേസിസ് ചാപ്റ്റർ 15 വായിക്കണം. ഉൽപ്പത്തി 15 അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ആ ഉടമ്പടിയുടെ ഡീറ്റെയിൽസ് ഞാൻ വായിക്കാം. ഉൽപ്പത്തി 15:7 മുതൽ ജനേസിസ് ചാപ്റ്റർ 15 വേഴ്സ് 7. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിളോ മലയാളം ബൈബിളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കുക. ഉൽപ്പത്തി 15:7 മുതൽ അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെ അറിയും? വായിക്കാവോ? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ളൊരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയെയും ഒരു ചങ്ങാലിയെയും ഒരിളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2 പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിയോടിച്ചു. സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, പരദേശികളായി കഴിഞ്ഞു. വാക്യം 17 വേഴ്സ് 17. സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുകയുന്ന ഒരു തീച്ചൂള കാണാറായി. ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരിക്കുന്ന കഷണങ്ങളുടെ നടുവിലൂടെ. സോ വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? അബ്രഹാമും ദൈവവും തമ്മിൽ, ലിസൺ, അബ്രഹാമും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, നീ ആട്, കാള എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ട് 2 പിളരുക, അതിനെ 2 കീറുക. ഒരു ആനിമലിനെ 2 കീറുമ്പോൾ അതിലൂടെ എന്ത് വരും? ബ്ലഡ് വരും, രക്തം വരും. അപ്പോൾ 2 പിളർന്നു വച്ചിരിക്കുന്ന ഈ മൃഗങ്ങളുടെ നടുവിൽ എന്തായിരിക്കും? രക്തച്ചാൽ. രക്തം ചാല് കീറി ഒഴുകുന്നു, രക്തം ഇങ്ങനെ ഒഴുകി നടക്കുന്നു. അപ്പോൾ കവനന്റിൻ്റെ പ്രാക്ടീസ് ഇതാണ്. ഈ 2 പാർട്ടികളും ഈ ബ്ലഡിൻ്റെ മേളിലൂടെ നടക്കണം. അതെന്തിനെ സൂചിപ്പിക്കും? എന്തിനായിരിക്കും ആ പ്രാക്ടീസ്? ഈ മൃഗത്തെ പിളർന്നിട്ട് ആ മൃഗത്തിൻ്റെ രക്തം നടുവിലൂടെ ഒഴുകുമ്പോൾ അതിനകത്തൂടെ, അതിന് മുകളിൽ കൂടെ ആളുകൾ, ഈ 2 പാർട്ടികളും നടക്കണം. എന്തിനായിരിക്കും? നീ ഈ കവനന്റ് തെറ്റിച്ചാൽ നിന്റെ ബ്ലഡും ഇതുപോലെ ഒഴുകും. മോശ സീനായി മലയിൽ വെച്ച് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ ബ്ലഡ് എടുത്ത് ഓൾട്ടറിലും തളിച്ചു, ജനത്തിന് മേളിലും തളിച്ചു. എന്തിന്? You are bound by this blood. If you ever violate this covenant, your blood will be shed in the similar manner. Clear? ബ്ലഡിൻ്റെ സിഗ്നിഫിക്കൻസ് അതാണ്. ബിക്കോസ് ബ്ലഡിലാണ് ഒരാളുടെ ജീവൻ. അതുകൊണ്ട് ഈ ബ്ലഡ് സൂചിപ്പിച്ചത് നിന്റെ ജീവൻ ഞാൻ എടുക്കും നീ ഇത് തെറ്റിച്ചാൽ. എന്നാൽ ഇവിടെ ഈ കവനന്റിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവുന്നോ? ഇല്ല. ഈ കവനന്റിൽ ഈ പിളർന്നിട്ടിരിക്കുന്ന കഷണങ്ങളുടെ നടുവിലൂടെ ഒരു തീച്ചൂള കടന്നുപോയി. തീച്ചൂള ആരാ? ദൈവം. അബ്രഹാം പോയോ? പോയില്ല. ദൈവം അബ്രഹാത്തോട് പറഞ്ഞു, നീ പോവണ്ട, കാരണം നീ ഇത് തെറ്റിക്കും. നീ ഇത് തെറ്റിക്കും. ഈവൻ വെൻ യു ബ്രേക്ക് ദ കണ്ടീഷൻസ് ഐ വിൽ നോട്ട്. നീ അവിശ്വസ്തനായിരിക്കുമ്പോഴും ഞാൻ
വിശ്വസ്തനായിരിക്കും. അതുകൊണ്ടാണ് അബ്രഹാമിനെ അതിൻ്റെ നടുക്കൂടെ വിടാത്തത്. എന്നാൽ സീനായി കവനന്റിലേക്ക് വരുമ്പോൾ രണ്ടുപേരുടെയും മേളിൽ തളിക്കും. അതുകൊണ്ടാണ് മരുഭൂമിയിൽ അതിനുശേഷം പിന്നീട് അവന്മാർ എന്നാ കാണിച്ചാലും ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ്. ക്ലിയർ? ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? കവനന്റിൽ ബ്ലഡ് വാസ് സംതിങ് സോ എസെൻഷ്യൽ ടു എവറി കവനന്റ്. അപ്പോൾ ബ്ലഡ് അവിടെ സൂചിപ്പിക്കുന്നത് എന്താണ്? ബ്ലഡ് സൂചിപ്പിക്കുന്നത് അവരവരുടെ ജീവനാണ്. ഞാൻ നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ കവനന്റിൽ ബ്ലഡ് സൂചിപ്പിക്കുന്ന, ഈ ബ്ലഡ് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഈ മൃഗത്തിൻ്റെ ബ്ലഡ് സൂചിപ്പിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവനെയാണ്. അബ്രഹാം പറയുകയാണ്, ഞാൻ ജീവൻ തന്നും ഈ കവനന്റിന് വേണ്ടി നിൽക്കും. ദൈവം പറയുകയാണ്, എൻ്റെ ജീവനാണ്, ഞാൻ ഈ കവനന്റ് പാലിക്കും എന്ന് പറയുന്നതിൻ്റെ സിമ്പിളാണ് ഈ ബ്ലഡ്. നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ടാമത്തെ അർത്ഥം നമ്മളെ തന്നെ, നമ്മുടെ ജീവൻ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതിൻ്റെ അടയാളമായിരുന്നു സാക്രിഫൈസ്. സോ വെൻ വി ഓഫർ എ സാക്രിഫൈസ്, അതിൻ്റെ രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് നമുക്കുള്ള പ്രഷ്യസായ ഒരു കാര്യം കൊടുക്കുന്നതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് നമ്മൾ പറയുകയാണ്, ഐ എം റെഡി ടു ഗിവ് മൈസെൽഫ് അപ്പ്. ഐ എം റെഡി ടു ഗിവ് മൈസെൽഫ് കംപ്ലീറ്റ്ലി ടു യു. ഞാൻ എന്നെ തന്നെ നിനക്ക് തരികയാണ്. അതിൻ്റെ അടയാളമായിട്ടാണ്. അതുകൊണ്ടാണ് സോ സാക്രിഫൈസ് ബിക്കെയിം ദ ബെസ്റ്റ് ഫോം ഓഫ് വർഷിപ്പ്, ബെസ്റ്റ് അവൈലബിൾ ഫോം ഓഫ് വർഷിപ്പ്. പാട്ട് പാടുമ്പോൾ ഈ സാധനമൊന്നുമില്ല. നമ്മൾ പാട്ടൊക്കെ പാടി, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇത് ശരിക്കും നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. പാട്ട് പാടുമ്പോൾ പിന്നെയും സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്? അതായത് നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ആക്ച്വലി നമുക്കാണൊരു ഫീലിംഗ്. കുർബാനയൊക്കെ കഴിയുമ്പോൾ നമ്മൾ ടയർഡാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കുർബാന ഈസ് ഗിവിങ്. മനസ്സിലാവുന്നോ? നമ്മളെന്നാ ഒരു പാട്ടൊക്കെ പാടി നല്ല ഹിൽ സോങ് വർഷിപ്പൊക്കെ കൂടി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ചാർജ്ഡായി. എഗൈൻ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ഹാപ്പൻസ്. അത് നിനക്ക് കിട്ടുന്ന ഇമോഷണലി നിനക്ക് കുറേ എന്തൊക്കെ കിട്ടി. പക്ഷെ കുർബാനയിൽ ഐ എം ഗിവിങ് മൈ സെൽഫ് കംപ്ലീറ്റ്ലി. നിങ്ങൾ നന്നായിട്ട് ഞാൻ കുർബാന അർപ്പിച്ചാൽ ഞാൻ ടയേർഡാവണം. കുർബാന കഴിഞ്ഞിട്ട് നല്ല ടയേർഡായിട്ട് വേണം നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ. എന്താണെന്നറിയാം? ബിക്കോസ് ഐ സാക്രിഫൈസ്ഡ്. സാക്രിഫൈസ് കഴിയുമ്പോൾ യു ലൂസ് സംതിങ്, യു ഗിവ് അപ്പ് സംതിങ്, യു ഓഫർ സംതിങ്, ആൻഡ് സംതിങ് ഈസ് ടേക്കൺ ഔട്ട് ഓഫ് യു. അങ്ങനെയാണ് സാക്രിഫൈസ് ഹാസ് ബിക്കം ദ ബെസ്റ്റ് അവൈലബിൾ ഫോം ഓഫ് വർഷിപ്പ് ഇൻ ദ ഏൻഷ്യന്റ് ടൈംസ്. സോ വെൻ everyone wanted to appease or everyone wanted to please God, what did they choose? They choose to sacrifice something. നിങ്ങൾ മനസ്സിലാവുന്ന? ക്ലിയർ ആയോ? രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. അതായത് സാക്രിഫൈസ് വാസ് ഒന്നാമത്തേത്, അതിനകത്തൊരു സെൽഫ് ഗിവിങ് ഉണ്ട്. രണ്ടാമത്തേതിനകത്ത് അവൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ്. ബ്ലഡ് ഇൻവോൾവ് ആണ്. സോ അതിനകത്ത് അയാളുടെ ജീവൻ തന്നെ. സോ സാക്രിഫൈസിനകത്ത് അങ്ങനെ ഒരു ഡയമെൻഷൻ ഉള്ളത് കൊണ്ടാണ് ഈ സാക്രിഫൈസ് ഹാസ് ബിക്കം ദ ബെസ്റ്റ് ഫോം ഓഫ് വർഷിപ്പ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണോ? അതിനുള്ള ബെസ്റ്റ് അവൈലബിൾ ഫോം എന്താ? സാക്രിഫൈസ് ചെയ്യുക, ബലിയർപ്പിക്കുക. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. കുർബാന എന്ന് പറഞ്ഞാൽ ഓഫറിങ്, ബലി, സാക്രിഫൈസ്. ക്ലിയർ ആയോ? മൂന്നാമത്തെ കാര്യം, ലിസൺ. സാക്രിഫൈസിന് നമ്മൾ കാണാത്ത വേറൊരു ഡയമെൻഷൻ ഉണ്ട്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈശോ അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ അവർക്ക് കൊടുത്ത ആദ്യത്തെ അധികാരം എന്തിനുള്ളതായിരുന്നു? എന്തിനാ? പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ. ഈശോ അപ്പസ്തോലന്മാരെ പറഞ്ഞു വിടുകയാണ്. ലൂക്ക 9:1-2, മത്തായി 10:1-2. ഈശോ അപ്പസ്തോലന്മാരെ പറഞ്ഞു, 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ജനലിൽ ഇരുന്ന് ഉറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് 15 മിനിറ്റിനുള്ളിൽ ഡിന്നർ കിട്ടുന്നതാണ്.
15 മിനിറ്റ് അത് ഓർത്തെങ്കിലും ഉണർന്നിരിക്കുക. എന്തായാലും നിത്യത ഓർത്തൊന്നും ഉറങ്ങാതിരിക്കാൻ പറ്റത്തില്ല. ഡിന്നറുണ്ട്. അപ്പോൾ ലിസൺ, അവൻ 12 അപ്പസ്തോലന്മാരെ അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഇനി വീണ്ടും അതൊന്ന് വായിച്ചു പോവാം. ലൂക്ക 9:1-2, ലൂക്ക് 9:1-2. അവൻ 12 വെരി ഗുഡ്. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതായത് when Jesus, while he was sending out his disciples, he gave them authority to cast out demons, spirits, evil spirits. ഒന്നാമത്തേത്. ഇനി ലൂക്ക് 10 അപ്പസ്തോലന്മാര് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്താണ് പറയുന്നത്? 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, ഉറക്കെ വായിക്കാം, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും. സുവിശേഷ വേലയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്, നിന്റെ നാമത്തിൽ പിശാചുക്കൾ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പം നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് യേശു ശിഷ്യന്മാരെ അയച്ചപ്പോൾ ആദ്യം പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തത്? 2, നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് അപ്പസ്തോലന്മാർ തിരിച്ചു വന്നിട്ട് വേറൊന്ന്, രോഗികൾ സുഖപ്പെട്ടു എന്ന് പറഞ്ഞില്ല, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞില്ല, തിരിച്ചു വന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പിശാചുക്കൾ കീഴടങ്ങി എന്നാണ്. 2 ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തേത്, ഈശോ അപ്പസ്തോലന്മാരെ അയക്കുകയാണ്. മാർക്ക് 16 വേഴ്സ് 15 ഓൺവേർഡ്സ്. മാർക്ക് 16-15. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ആദ്യത്തെ അടയാളം, അവർ എൻ്റെ നാമത്തിൽ. കണ്ടോ, എല്ലാം ആദ്യം പറയുന്നത് ഇതാണ്, എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇനി മത്തായി 28, മാത്യു 28:18 ഓൺവേർഡ്സ്. മത്തായി 28, ഉറക്കെ വായിച്ചോ. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും. അതായത് യേശു അപ്പസ്തോലന്മാരെ അയക്കുമ്പോൾ അവർക്ക് പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തത് എന്തിന്? തിങ്ക്. എന്തിനാ? ഉറങ്ങുന്ന ചേച്ചി പറ എന്തിനാ? അത് ഞാൻ ചോദിക്കുന്നത്, ഇത് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പിശാചുക്ക് ആദ്യം പോകുമ്പോൾ തന്നെ പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്ത് എന്തിനാ? അതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇൻ എവ്രി പ്ലേസ് വി ഗോ ആൻഡ് ഇൻ എവ്രി പ്ലേസ് വി ലിവ് there are ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്. ദേശത്തിൻ്റെ അരൂപി, ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്. അത് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ദിസ് ഈസ് ദ ബിബ്ലിക്കൽ ടീച്ചിങ്. there are ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്. ഈശോ പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് പിശാചുക്കൾ യേശുവിനോട് ഒരു അപേക്ഷ വെക്കും. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 10. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സ് 10. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവർ കേണപേക്ഷിച്ചു. അതിന് ആ നാട്ടിൽ നിന്ന് അപ്പുറത്തെ നാട്ടിലൂടെ പോയാൽ ഇവർ പട്ടിണി നടക്കുമോ? അവർക്ക് ജോലി കിട്ടത്തില്ലേ? എന്തെന്നറിയാം, എവ്രി ടെറിറ്റോറിയൽ സ്പിരിറ്റ് ഈസ് ബൗണ്ട് ടു എ പർട്ടിക്കുലർ ടെറിറ്ററി വെയർ ഓൺലി ഇറ്റ് ഹാസ് അതോറിറ്റി. മനസ്സിലാകുന്നുണ്ടോ? കൊല്ലം ജില്ലാ കളക്ടറിന് തിരുവനന്തപുരത്ത് പവറില്ല, തിരുവനന്തപുരം കളക്ടറിന് എറണാകുളത്ത് പവറില്ല. ബിക്കോസ് ഹിസ് പവർ ഈസ് ലിമിറ്റഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ടെറിറ്ററി. കേരള ചീഫ് മിനിസ്റ്ററിന് ആന്ധ്രാപ്രദേശിൻ്റെ മേൽ നിയന്ത്രണം ഇല്ല. മനസ്സിലായല്ലോ? എവ്രി ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ഹാസ് അതോറിറ്റി ഓവർ ഇറ്റ്സ് ടെറിറ്ററി, ദെയർ ടെറിറ്ററി. അപ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ എവിടെ പോയാലും അവിടെ എല്ലാം ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ഉണ്ടാവും. ഇത് ദൈവജനം മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു കാര്യമാണ്.
നമ്മുടെ എനർജി മുഴുവൻ നമ്മൾ വെറുതെ റൂയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, റിയൽ എനിമിയെ മനസ്സിലാക്കാത്തത് കൊണ്ട്. നമ്മൾ മനുഷ്യരോട് ഇങ്ങനെ യുദ്ധം ചെയ്ത് സമയം കളയുകയാണ്. ദർ ആർ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്. അപ്പോൾ കർത്താവ് പറയാണ്, ഐ ഗിവ് യു അതോറിറ്റി. ഇത് പുതിയ നിയമത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. പഴയ നിയമത്തിലെ മനുഷ്യർ ഏത് സ്ഥലത്ത് ആദ്യം ചെന്ന് കാലുകുത്തിയാലും അവരാദ്യം അവിടെ ബലിയർപ്പിക്കുമായിരുന്നു. എന്തിന്? ടു ഗെയിൻ അതോറിറ്റി ഓവർ ദ ടെറിറ്റോറിയൽ പവർ. സോ സാക്രിഫൈസ് വാസ് ഓൾവേസ് കണക്റ്റഡ് ടു അറ്റാക്ക്, ടു കോംബാറ്റ് ദ ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ്. ഞാൻ എക്സാമ്പിൾസ് വായിക്കാം. അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, ബട്ട് ദിസ് ഈസ് പുതിയ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കണ്ണിലൂടെ പഴയ നിയമം വായിക്കുമ്പോൾ ദിസ് ഈസ് ദ മീനിങ് വി ഗെറ്റ്. നമുക്ക് നോഹ ബലിയർപ്പിക്കുന്ന എടുക്കാം. നോഹ, ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം 9-ാമത്തെ അധ്യായം, 8 ജനേസിസ് ചാപ്റ്റർ 8 വേഴ്സ് 20. പ്രളയം കഴിഞ്ഞ് നോഹ ആദ്യം ചെയ്യുന്നത് എന്താണ്? നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമി ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. അതായത് ഇത് ഒരു എക്സാമ്പിൾ. ഇനി നമ്മൾ വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ജനേസിസ് ചാപ്റ്റർ 12 വേഴ്സ് 4 ഓൺവേർഡ്സ്, ഉൽപ്പത്തി 12:4 മുതൽ വായിക്കാം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂടെ കൊണ്ടുപോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്തും ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അബ്രാം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കേമിൽ മോറയുടെ ഓക്കുമരം വരെ എത്തി. അക്കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു. കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിലേക്കും ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്തേക്ക് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളമടിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം. ഇനി 13-17 13:17 ചാപ്റ്റർ 13 വേഴ്സ് 17. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, അബ്രാമിനോട് ദൈവം പറയുകയാണ്, ഈ നാട് നിനക്ക് ഞാൻ തരും. നാട് തരുമെന്ന് പറഞ്ഞ ഉടനെ അബ്രാം എന്ത് ചെയ്തു? ഒരു ബലി അർപ്പിച്ചു. So there is always a connection between occupying the land and offering the sacrifice. There is always an essential, fundamental, intrinsic connection between occupying the land and offering the sacrifice. അപ്പോൾ സാക്രിഫൈസ് ഓഫർ ചെയ്യുന്നത് എന്തിനാ? To have command over the land. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് നീ ജീവിക്കുന്ന മണ്ണിൻ്റെ മേൽ അവകാശം ഉണ്ടാവണമെങ്കിൽ അവിടെ നീ ബലി അർപ്പിക്കണം. അതിനാണ് ഓരോ സ്ഥലത്തും ഓരോ പള്ളി വെച്ച് തന്നിരിക്കുന്നത്. മനസ്സിലായി? അമേരിക്കയ്ക്ക് എല്ലാം കൂടെ സിറോ മലബാറുകാർക്ക് ഷിക്കാഗോയിൽ ഒരു പള്ളി പോരായിരുന്നോ? മനസ്സിലായി? എന്തോരം മില്യൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. എന്തിനാണ്? എല്ലാവർക്കും കൂടെ ഒരു പള്ളി. ആവശ്യമുള്ളപ്പോൾ അവിടെ പോവുക, ജെറുസലേം ദേവാലയത്തിൽ പോകുന്ന പോലെ വർഷത്തിൽ 3 പ്രാവശ്യം പോയിട്ട് ബലി അർപ്പിച്ചിട്ട് തിരിച്ചു വരിക. ദൈവത്തിൻ്റെ ലോജിക്, ദൈവത്തിൻ്റെ വിസ്ഡം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ മക്കൾ ഒരു ലാൻഡ് ഓക്യുപ്പൈ ചെയ്യണമെങ്കിൽ അവിടെ സാക്രിഫൈസ് നടക്കണം. ഇപ്പോൾ കിട്ടുന്നുണ്ടോ? വിസ്ഡം വരുന്നുണ്ടോ? ചെറുതായിട്ട്, ചെറിയ ലൈറ്റ്. ഓക്കെ. ഇനി 13:17 എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് ഞാൻ നിനക്ക് തരും. അബ്രാം തൻ്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമറയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് താമസം മാറ്റി ബലിയർപ്പിച്ചു. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു, വീട് മാറി, പുതിയ വീട്ടിലോട്ട് താമസം മാറി, ബലിയർപ്പിച്ചു. ക്ലിയർ?